ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല ശരിക്കും, എന്നാലും ഏകദേശം എല്ലാ ആൻസേഴ്സിലും ഈ ഒരു തിയറം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ കൺസെപ്റ്റാണ് പറയുന്നത്. എന്താ നമ്മുടെ തിയറം പറയണത്? ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ എം അതിൻ്റെ മാക്സിമൽ ഐഡിയൽ ഓഫ് ആർ ആവും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആർ ബൈ എം ഈസ് എ ഫീൽഡ്. ആർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ എന്നുള്ള ഫോം കമ്മ്യൂട്ടേറ്റീവ് ആവുക അല്ലേ. ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ് വിത്ത് യൂണിറ്റി. യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എ ഈക്വൽ ടു എ ഇൻറ്റു 1 ഈക്വൽ ടു എ എന്ന് വരിക അല്ലേ. 1 ഇൻറ്റു എ ഈക്വൽ ടു എ ഇൻറ്റു 1 ഈക്വൽ ടു എ എന്ന് തന്നെ വരിക. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ എന്ന് തന്നെ വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എം ഐഡിയലാണ് ഓഫ് ആർ. ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കൺസെപ്റ്റുകളാട്ടോ പറയുന്നത്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഒരു ആർ എന്ന് പറഞ്ഞൊരു റിംഗ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഐഡിയലാണ് ഐ എന്നുണ്ടെങ്കിൽ ഈ ആറിലെ ഏത് എലമെൻറ്റിനെയും ഐയിലെ ഏത് എലമെൻറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് ഐയിൽ തന്നെ വരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐയിലെ ഒരു എലമെൻറ്റാണ് 0. ഇനി ആറിലെ ഏത് എലമെൻറ്റിനെയും 0നോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 0 തന്നെ വരിക. ആ 0 എവിടെ ഉള്ളതാണ്? ഐയിലുള്ളതാണ്. 2 കണ്ടീഷനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഐ ആറിൻ്റെ സബ്റിങ് ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആർബിട്രേറ്റ് ആറ് എന്നുള്ളൊരു പോയിൻ്റ് എടുക്കുകയാണ്. ഏതൊരാറും ആറിലുള്ള ഏതൊരാറും ഇൻറ്റു ഐ ഇതിലുള്ളൊരു പോയിൻ്റാണ് ഐ എന്നെടുത്തു. ഐഡിയലിലുള്ള ഏതൊരു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് എവിടെ തന്നെ വരണം? ഐ തന്നെ വരണം. ആറ് എവിടെയുള്ളതാണ്? ആറിലുള്ളതാണ്. ഐ എവിടെയുള്ളതാണ്? ഐയിലുള്ളതാണ്. ഇതിനെയാണ് ഐഡിയൽ എന്ന് പറയാം. 2 കണ്ടീഷനാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ആറിൻ്റെ സബ്റിങ് ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആറിലെ ഏത് എലമെൻറ്റും ഐയിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഐയിൽ തന്നെ വരിക. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു 0 അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ് വിത്ത് യൂണിറ്റി. എം ഈസ് എൻ ഐഡിയൽ ഓഫ് ആർ. ദെൻ എം ഈസ് മാക്സിമൽ ഐഡിയൽ ഓഫ് ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആർ ബൈ എം ഈസ് എ ഫീൽഡ്. എം മാക്സിമൽ ഐഡിയൽ ആണ് എന്നാ പറഞ്ഞത്. മാക്സിമൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മാക്സിമൽ ഐഡിയൽ ആവണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയൊരു ഐഡിയൽ ഇതിലുണ്ടാവരുത്. മാക്സിമം വരുന്ന ഐഡിയൽ ഐ ആയിരിക്കും. ഇപ്പോൾ 0നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഐഡിയൽ വേറെ ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ 6z എടുത്തു. ഞാനൊരു ഐഡിയൽ എടുക്കുകയാണ് 6z. ഈ 6z എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0, 6, 12 എക്സെട്ര അങ്ങനെയല്ലേ വരിക. എന്നാൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഐഡിയൽ അല്ലേ 0, 3, 6, 9 എന്ന് വെച്ചാൽ ഇതിലുള്ള എല്ലാ എലമെൻസും ഇവിടെ ഇല്ലേ. അപ്പോൾ ഇതൊരു മാക്സിമൽ ഐഡിയൽ ആവുമോ? ഇല്ല. എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ അടങ്ങുന്ന ഒരു ഐഡിയൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം അതെന്താവില്ല, ഒരു മാക്സിമൽ ഐഡിയൽ ആവില്ല. ഇപ്പോൾ 3z ഇതിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വേറൊരു ഐഡിയൽ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ 3z എന്തായിരിക്കും? ഇതിലൊരു ഐഡിയൽ ആയിരിക്കും. 2z എന്തായിരിക്കും? ഒരു ഐഡിയൽ ആയിരിക്കും. അപ്പോൾ മാക്സിമൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറിൻ്റെ ഉള്ളിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു ഐഡിയൽ ഇല്ലാതിരിക്കുക. അതിനാണ് മാക്സിമൽ ഐഡിയൽ എന്ന് പറയാം അല്ലേ. ഇപ്പോൾ എം ഒരു മാക്സിമൽ ആണെങ്കിൽ അവിടെ ഒരു എൻ ഉണ്ടാവില്ല. ആറിൻ്റെ ഉള്ളിൽ എങ്ങനത്തെ എൻ ഉണ്ടാവില്ല? എന്നിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എൻ ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ 6z ഒരു മാക്സിമൽ ഐഡിയൽ ആണോ? അല്ല. എന്തുകൊണ്ടാണ്? അവിടെ ഒരു എൻ ഉണ്ട്. എൻ ഏതാണ്? 3z 2z ഏതും എടുക്കാം. അങ്ങനെ ഒരു എൻ അവിടെ ഉള്ളിടത്തോളം കാലം എം ഒരു മാക്സിമൽ ഐഡിയൽ അല്ല. എന്നാൽ ഞാൻ എമ്മിനെ 3z ആക്കി എടുത്തു. എമ്മിനെ 3z ആക്കി എടുക്കുകയാണെങ്കിൽ സെഡിൻ്റെ ഉള്ളിൽ 3zനെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഐഡിയലിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മാക്സിമൽ ഐഡിയൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു 6 എന്ന റിങ്ങിലെ മാക്സിമൽ ആയിട്ടുള്ള ഒരു ഐഡിയൽ ഉണ്ടെന്ന് കൂട്ടുക. അങ്ങനെ ഐഡിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർ ബൈ എം എന്തായിരിക്കും? ഫീൽഡ് ആയിരിക്കും. ആർ ബൈ എം നമുക്കറിയാം ഫാക്ടർ ഗ്രൂപ്പാണല്ലേ. ആർ ബൈ എം എന്താണ്? ഒരു ഫീൽഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞെന്താ? എം ഒരു മാക്സിമൽ ഐഡിയലാണ്. ഞാൻ ഈ ഭാഗം പ്രൂവ് ചെയ്യാണ്. എം മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ ആർ ബൈ എം ഫീൽഡാണ്. അതാട്ടോ ഞാൻ ആദ്യം പ്രൂവ് ചെയ്യുന്നത്. എം മാക്സിമൽ ഐഡിയൽ ആണെന്ന് വെച്ചാൽ ആറിലെ ഏറ്റവും വലിയ ഐഡിയൽ, ഏറ്റവും മാക്സിമം വരുന്ന ഐഡിയൽ എം ആണ്. ഇനി നമുക്ക് കാണിക്കേണ്ടത് ആർ ബൈ എം ഫീൽഡാണ്. ആർ ബൈ എം ഫീൽഡാണെന്ന് കാണിക്കാൻ നമുക്ക് 2 കാര്യങ്ങൾ കാണിച്ചാൽ മതി. ഒന്ന്, ആർ ബൈ എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എവറി നോൺ സീറോ ടേംസ് ഇൻ ആർ ബൈ എം ഹാസ് ഇൻവേഴ്സ്. ആർ ബൈ എമ്മിലെ ഏത് നോൺ സീറോ ടേം എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കുക. ഫസ്റ്റ് എന്താ കാണിക്കേണ്ടത്?
r/m ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെന്ന് കാണിക്കണം അല്ലേ. നമുക്കറിയാം r ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഒബിവിയസ്ലി r/m എന്തായിരിക്കും, ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സംഭവം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അത് നമുക്കറിയാവുന്ന കാര്യം അല്ലേ, കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. r കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ r/m എന്തായിരിക്കും, ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആയിരിക്കും. ഇനി എവറി നോൺ സീറോ ടേംസ് ഇൻ r/m, r/mൽ ഏത് നോൺ സീറോ ടേംസ് എടുത്തു കഴിഞ്ഞാലും അതിന് ഇൻവേഴ്സ് ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. ഇൻവേഴ്സ് ഉണ്ടെന്ന് എങ്ങനെയാണ് കാണിക്കുക, ഒരു എലമെൻറ്റ് അതിൻ്റെ ഇൻവേഴ്സിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഐഡൻറ്റിറ്റി തരണം അല്ലേ. ഇവിടെ ഐഡൻറ്റിറ്റി ഏതാ വരിക, r/mൽ 1+m. ഇതിലൊരു ആർബിട്രേറ്റ് ഞാനൊരു എലമെൻറ്റ് എടുത്തു, a+m. a+m എന്താവണം, നോൺ സീറോ ആവണം. നോൺ സീറോ ആയിട്ടുള്ള ഒരു എലമെൻറ്റാണ് a+m എന്നെടുത്തു. അങ്ങനെ a+mനോട് ഏതോ ഒരു b+m ഇൻറ്റു ചെയ്യുമ്പം 1+m കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ b+m എന്തായിരിക്കും, a+mൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. നമുക്കറിയാവുന്നതാണ് അല്ലേ. 1 = a × a ഇൻവേഴ്സ് എന്ന് എഴുതുകയാണെങ്കിൽ ഇതെന്താണ്, എൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും a ഇൻവേഴ്സ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി തരികയാണെങ്കിൽ, അതേപോലെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി തരുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്നിൻ്റെ ഇൻവേഴ്സാണ് അടുത്തത്. ഇനി നമുക്ക് കാണിക്കേണ്ടത് ഇവിടെ എടുത്തിട്ടുള്ള a+m എന്തല്ലാന്ന് കാണിക്കണം, നോൺ സീറോ അല്ലാന്ന് കാണിക്കണം. ഇതിലെ സീറോ ടേം ഏതാണ്, 0+m ആണ് അല്ലേ. r/mലെ സീറോ ടേം ഏതായിരിക്കും, 0+m ആണ്. അപ്പോൾ a+m ഒരിക്കലും 0+mന് ഈക്വൽ ആവില്ല. എന്ന് വെച്ചാൽ a+m ഒരിക്കലും mന് ഈക്വൽ ആവില്ല. എന്ന് വെച്ചാൽ a ഒരിക്കലും mൽ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാം AH ബിലോങ്സ് ടു H ആണെങ്കിൽ നമുക്കറിയാം A ബിലോങ്സ് ടു H ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ a+m നോട്ട് ബിലോങ്സ് ടു M ആണെങ്കിൽ A നോട്ട് ബിലോങ്സ് ടു M ആയിരിക്കും. എന്ന് വെച്ചാൽ mൽ എന്തില്ല, A ഇല്ല, mൽ A ഇല്ല എന്ന് കിട്ടി. ഇനി നമുക്ക് r/mലെ 1+m = a+m × b+m നമുക്ക് ഈ ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ ആറിൻ്റെ ഒരു ജനറൽ ഫോർമുല പോലെ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് ഞാനിവിടെ ഈ മാക്സിമൽ ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേം യൂസ് ചെയ്യണം. m ഒരു മാക്സിമൽ ഐഡിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു m-ൻ്റെയും r-ൻ്റെയും ഇടയിൽ ഒരു വേറൊരു ഐഡിയൽ ഉണ്ടാവില്ല. m-നെ ഇൻക്ലൂഡ് ചെയ്യുന്ന, m-നെ ഹോൾഡ് ചെയ്യുന്ന വേറൊരു ഐഡിയൽ ഉണ്ടാവില്ല. അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ ഒരു ഐഡിയൽ ഉണ്ടെന്ന് എടുത്തു. ഇപ്പോൾ തൽക്കാലം അവിടെ ഒരു n ഉണ്ടെന്ന് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, ഒന്നെങ്കിൽ m = n ആയിരിക്കണം, അല്ലെങ്കിൽ n = r ആയിരിക്കണം. ഞാൻ അങ്ങനെ ഒരു n ഉണ്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം m മാക്സിമൽ ആയതുകൊണ്ട് ഒരിക്കലും m = n ആവില്ല. പിന്നെ എന്തേ ആവുള്ളൂ, n = r ആവുള്ളൂ. അങ്ങനെ എനിക്കൊരു n കണ്ടുപിടിക്കാൻ പറ്റിയെന്ന്, അങ്ങനെ ഒരു n ഞാൻ ഡിഫൈൻ ചെയ്തു. അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, n = r എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു n ആണ് ra+m, such that r belongs to r and m belongs to n. ഇങ്ങനെ ഞാനൊരു ഐഡിയൽ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ ഐഡിയൽ ആണോ നോക്കണം അല്ലേ. ഐഡിയലിൻ്റെ രണ്ട് കണ്ടീഷൻ എന്തായിരുന്നു, ഒന്ന് ആറിൻ്റെ സബ്സെറ്റ് ആവണം, പിന്നെ എന്ന് പറഞ്ഞാൽ ഏതൊരു എലമെൻറ്റും ആറിൽ ഏതൊരു എലമെൻറ്റും എന്നിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എന്നിൽ ഏതൊരു എലമെൻറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നിൽ തന്നെ ഉണ്ടാവണം. അതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഐഡിയൽ എടുത്തു കഴിഞ്ഞു. അങ്ങനെ ഐഡിയൽ എടുത്തു കഴിഞ്ഞു നമുക്ക് എന്താ പറയുക, m ≠ m n-നോട് ഈക്വൽ അല്ല. അപ്പോൾ എന്തേ വരുള്ളൂ, n = r വരുള്ളൂ. അപ്പോൾ ഏതൊരു ആറിനെയും എനിക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും. കാരണം എന്താ, r = n ആണ്. ഇനി നമുക്കറിയാം r എന്ന് പറഞ്ഞാൽ എന്താ, റിംഗ് ആണ് അല്ലേ. r എന്ന് പറഞ്ഞാൽ റിംഗ് ആണ്. അപ്പോൾ 1 എന്തായാലും r-ലുണ്ടാവും. 1 എന്തായാലും r-ലുണ്ടാവും. r-ൽ ഏത് എലമെൻറ്റിനെ എനിക്ക് ഈ ഫോമിൽ എഴുതിക്കൂടെ, കാരണം എന്താ, n = r ആണ്. കാരണം എന്താ, n = r ആണ്. ഇത് നമ്മൾ എടുത്തതാട്ടോ, ra+m നമ്മൾ എടുത്തതാട്ടോ. അപ്പോൾ 1-നെ എനിക്ക് ഈ n-ൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ 1 = ra+m. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താ, r/m ഫീൽഡാണെന്നാണ് കാണിക്കേണ്ടത്. r/mൽ ഏത് ടേം എടുത്താലും അത് ഇൻവേഴ്സ് ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ കാണിക്കേണ്ടത്, 1+m = a+m × b+m എന്നുള്ള ഫോമിലേക്ക് ആക്കാൻ വേണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനോട് +m ചെയ്തു. 1+m = ra+m + m. നമുക്കിതിനെ ഓരോന്നിലേക്കും m ചെയ്തുകൂടെ, നമ്മൾ അറിയാവുന്നതല്ലേ ഈ സ്റ്റെപ്പുകളൊക്കെ. അപ്പോൾ ra+m m + m, m+m എന്താ, m തന്നെ വരും. അപ്പോൾ ra+m + m, അതെന്ത് വരിക, ra+m, ra+m എന്ന് വരും. ra+m നമുക്ക് എങ്ങനെ എഴുതാം, r+m × a+m എന്ന് എഴുതാൻ പറ്റും അല്ലേ. r+m a+m എന്നുവെച്ചാൽ 1+m = r+m × a+m. ഇതാ 1+m = r+m × a+m. ഒരു a+mൻ്റെ ഇൻവേഴ്സാണ്, ഒരു a+mൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത്, അപ്പോൾ r+m. അപ്പോൾ r+m എന്താണ്, ഇൻവേഴ്സ് ആണെന്ന് വെച്ചാൽ ഏതൊരു നോൺ സീറോ എലമെൻറ്റ് r/m എന്ന് എടുത്തു കഴിഞ്ഞാലും അതിനെന്തുണ്ട്, ഇൻവേഴ്സ് ഉണ്ടെന്ന് കിട്ടി.
ആറ് നമ്മൾ ആർബിട്രറി ആയിട്ടല്ലേ എടുത്തത്. ഓക്കെ, സ്റ്റെപ്പ് മനസ്സിലായില്ലേ? നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? എം ഒരു മാക്സിമൽ ഐഡിയൽ ആണെന്ന് എടുത്തു. എം ഒരു മാക്സിമൽ ഐഡിയൽ ആണെന്നുണ്ടെങ്കിൽ എമ്മിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഐഡിയൽ ആറിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഐഡിയൽ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒന്നെങ്കിൽ എം ഈക്വൽ ടു എൻ ആയിരിക്കും, അല്ലെങ്കിൽ എൻ ഈക്വൽ ടു ആർ ആയിരിക്കും. ഒരിക്കലും എം ഈക്വൽ ടു എൻ അല്ല. അപ്പോൾ എന്തേ വരുള്ളൂ? എൻ ഈക്വൽ ടു ആറേ വരുള്ളൂ. നമുക്ക് കാണിക്കേണ്ട r/m ഒരു ഫീൽഡാണ് കാണിക്കണം. അതിന് ആദ്യം നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെന്ന് കാണിക്കണം. നമുക്കറിയാം r ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ r/m ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. ഇനി r/mൽ ഏതൊരു എലമെൻ്റ് എടുത്ത് കഴിഞ്ഞാലും അതിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. അതിന് നമ്മൾ എന്തെടുത്തു? ഒരു a+m നമ്മൾ ആർബിട്രറി എടുത്തു. ആ a+m നോൺ സീറോ ടേം ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ a ഒരിക്കലും എമ്മിൽ ഉണ്ടാവില്ല എന്നെടുത്തു. എ ഒരിക്കലും എമ്മിൽ ഉണ്ടാവില്ല. അപ്പോൾ എമ്മിൻ്റെ പുറത്തായിരിക്കില്ലേ എ വരിക, എമ്മിൻ്റെ പുറത്തായിരിക്കും എ വരിക. നമ്മൾ അങ്ങനെ ഒരു ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു n എന്ന് പറഞ്ഞ ഐഡിയൽ എടുത്തു. ആ n ഒരിക്കലും എമ്മിനോട് ഈക്വൽ ആയതുകൊണ്ട് n എന്തിനോട് ഈക്വൽ ഉള്ളൂ? ആറിനോട് ഈക്വൽ ഉള്ളൂ. n ഒരു ഐഡിയൽ ആണെന്ന് നമ്മൾ എടുത്തു. ra+m എന്നാണ് നമ്മളെടുത്ത n ഒരു ഐഡിയൽ ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ചെക്ക് ചെയ്യും, ra+m ഒരു ഐഡിയൽ ആണോ ചെക്ക് ചെയ്യും. അതൊരു ഐഡിയൽ ആണ് എന്നിനോട് ആറിനോട് ഈക്വൽ ആണ്. നമ്മളറിയാം ആർ ഒരു റിംഗ് ആണ്. ആറിലൊരു എലമെൻ്റ് ആണ് 1 എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫോമിൽ എഴുതാൻ പറ്റും. കാരണം എന്താ? r ഈക്വൽ ടു n ആയതുകൊണ്ട് 1 = ra+m എന്ന് എഴുതാൻ പറ്റും. നമുക്ക് കാണിക്കേണ്ടത് എന്താ? 1+m = a+m × b+m എന്നുള്ള ഫോമിലേക്ക് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് 1+m ഇതിൽ നിന്ന് കണ്ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? r+m × a+m എന്ന് വെച്ചാൽ a+m ഒരു ഇൻവേഴ്സ് ഉണ്ട് എന്ന് കിട്ടി. അപ്പോൾ ഏതൊരു എലമെൻ്റ് എടുക്കുകയാണെങ്കിലും r/mൽ ഏതൊരു എലമെൻ്റ് എടുക്കുകയാണെങ്കിലും അതിന് ഇൻവേഴ്സ് ഉണ്ട് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ എന്താണ്? r/m ഒരു ഫീൽഡാണ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. r/m ഒരു ഫീൽഡാണെങ്കിൽ m അതിൻ്റെ മാക്സിമൽ ഐഡിയലാണ്. ആറിൻ്റെ മാക്സിമൽ ഐഡിയലാണ്. r/m ഫീൽഡാണെങ്കിൽ ആറിൻ്റെ മാക്സിമൽ ഐഡിയലാണ് m. ഓക്കെ, ഇനി r/m ഫീൽഡാണെന്ന് എടുത്തു. r/m ഒരു ഫീൽഡാണെന്ന് എടുത്തു. ഇനി ഓക്കെ, r/m ഫീൽഡാണെന്ന് എടുത്തു. ഇനി ഞാൻ r എന്ന റിങ്ങിൽ m മാക്സിമൽ ഐഡിയലാണെന്നല്ല കാണിക്കേണ്ടത്. ഞാൻ m മാക്സിമൽ ഐഡിയലല്ല എന്നെടുത്തു. അപ്പോൾ എന്താ വരിക? എമ്മിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു n ഉണ്ടാവും. n എന്ന് പറഞ്ഞ ഐഡിയൽ അവിടെ ഉണ്ടാവും അല്ലേ? m ഒരു മാക്സിമൽ ഐഡിയൽ അല്ലെങ്കിൽ എമ്മിലെ എലമെൻസിനെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന, അതിനൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു n എന്ന് പറഞ്ഞ ഐഡിയൽ ആറിൻ്റെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഗാമ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. r/mലേക്ക് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെയാണ് ആ ഫംഗ്ഷൻ വരുന്നത്? ആറിലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും r/mൽ എന്തുണ്ടാവും? അതിലൊരു a+m ഉണ്ടാവും. ഇത് 1 on 2 ആണെന്ന് നമുക്കറിയാലോ. ഏതൊരു a+m എടുക്കുകയാണെങ്കിലും r/mൽ ഏതൊരു a+m എടുക്കുകയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു a ആറിലുണ്ടാവും. ഇതൊരു on 2 ഫംഗ്ഷനാണ്. ഇനി on 2 ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു കാനോണിക്കൽ ഹോമോമോർഫിസം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ആറിൻ്റെ ഐഡിയലാണ് n എന്നുണ്ടെങ്കിൽ r/mൻ്റെ ഐഡിയൽ എന്തായിരിക്കും വരിക? ഗാമ ഓഫ് n ആയിരിക്കും വരിക. ആറിൻ്റെ ഐഡിയലാണ് n എന്നുണ്ടെങ്കിൽ r/mൻ്റെ ഐഡിയൽ എന്തായിരിക്കും വരിക? ഗാമ ഓഫ് n വരും. ഗാമ ഓഫ് n ആണ് r/mൻ്റെ ഐഡിയൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. r/m എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഗാമ ഓഫ് n എന്ന് പറഞ്ഞ ഒരു ഐഡിയൽ ഉണ്ട്. ഇത് നമുക്ക് കിട്ടിയല്ലോ. ഇനി r/m ഒരു ഫീൽഡാണെന്ന് നമ്മൾ എടുത്തത് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ? r/m ഒരു ഫീൽഡാണ്. r/m ഒരു ഫീൽഡാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രോപ്പറായിട്ട് ഇതേപോലെ പ്രോപ്പറായിട്ട് ഫൈ അല്ലാതെ ഒരു നോൺ ട്രിവിയൽ ആയിട്ട് ഫൈ അല്ലാത്ത ഒരു എലമെൻറ്റ് എന്ന് വെച്ചാൽ നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഒരു ഐഡിയൽ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു ഫീൽഡാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ഐഡിയലാണ് i എന്നെടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം i ഒരു ഐഡിയൽ ആണെങ്കിൽ എന്തായാലും i എഫിൻ്റെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ i സബ്സെറ്റ് ഓഫ് f എന്ന് കിട്ടും. ഇനി ഞാൻ iയിലൊരു എലമെൻ്റാണ് a എന്നെടുത്തു. a iയിലെ എലമെൻ്റ് ആണെങ്കിൽ a എന്തിലെ എലമെൻ്റ് ആയിരിക്കും? എഫിലെയും എലമെൻ്റ് ആയിരിക്കും. എഫ് എന്ന് പറഞ്ഞാൽ ഫീൽഡാണ്. നമുക്കറിയാം എഫ് ഫീൽഡാണെങ്കിൽ അതെന്ത് അതിലെല്ലാ എലമെൻറ്റ്സ് എന്തായിരിക്കും? യൂണിറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ a ഉണ്ടെങ്കിൽ അവിടെ a ഇൻവേഴ്സ് ഉണ്ടാവും.
അല്ലേ? ഒരു ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി അതാണല്ലോ. എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി? എല്ലാ നോൺ സീറോ ടേംസിനും അതിൻ്റെ ഇൻവേഴ്സ് ഉണ്ടാവും. വെച്ചാൽ ഇവിടെ ഒരു എ ഉണ്ടെങ്കിൽ അവിടെ എ ഇൻവേഴ്സ് ഫീൽഡിൽ ഉണ്ടാവും. അപ്പോൾ എ എഫിലുണ്ടെങ്കിൽ എ ഇൻവേഴ്സും ഇവിടെ ഉണ്ടാവും, എഫിലുണ്ടാവും. എ എഫിലുണ്ടെങ്കിൽ എ ഇൻവേഴ്സും എന്തിലുണ്ടാവും? എഫിലുണ്ടാവും. ഇനി ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ? എഫിലുള്ള ഏത് ടേമിനെ ഇൻറ്റു ഐഡിയലുള്ള ഏത് ടേമിനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഐഡിയൽ തന്നെ വരിക. ഇപ്പോൾ ഐഡിയലുള്ളൊരു ടേമാണ് എ എന്നെടുത്തു, ഈ എഫിലുള്ളൊരു ടേമാണ് എഫ് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു എഫ് എവിടെ തന്നെ വരണം? ഐയിൽ വരണം. ഇനി ഈ എഫിലുള്ളൊരു ടേമാണ് എ ഇൻവേഴ്സ്. അപ്പോൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് എവിടെ തന്നെ വരണം? ഐയിൽ തന്നെ വരണം. എ ഇൻറ്റു എ ഇൻവേഴ്സ് പറഞ്ഞാൽ എന്താ? 1 ആണ്. 1 എവിടെ തന്നെ വരണം? ഐയിൽ തന്നെ വരണം. ഇനി ഐയിലുള്ള ഒരു എലമെൻ്റാണ്, അപ്പോൾ 1 എന്ന് കിട്ടിയല്ലോ അല്ലേ? ഐയിലുള്ള ഒരു എലമെൻ്റാണ് 1 എന്ന് കിട്ടിയല്ലോ. ഇനി എഫിലുള്ള ഏതൊരു എഫിനെയും ഐയിലുള്ള ഏതെങ്കിലും ഒരു എലമെൻ്റായ 1നോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എവിടെ വരണം? ഐയിൽ വരണം. എന്നുവെച്ചാൽ എ ഇൻറ്റു എഫ് എവിടെ വരണം? ഐയിൽ വരണം. വൈയിലുള്ളൊരു ടേമാണ് 1 ഇൻറ്റു എഫ് എവിടെ വരണം? ഐയിൽ വരണം. എന്ന് വെച്ചാൽ ഈ എഫുകൾ എവിടെ വരണം? ഐയിൽ വരണം. എന്ന് വെച്ചാൽ ഈ എഫുകളിലെ ഏതൊരു എഫിനെ എടുത്തു കഴിഞ്ഞാലും അത് ഐയിൽ വരുന്നു. ഏതൊരു എഫ് എടുത്തു കഴിഞ്ഞാലും അത് ഐയിൽ വരുന്നു. എന്ന് വെച്ചാൽ എഫ് ഐൻ്റെ സബ്സെറ്റ് ആണെന്ന് കിട്ടി. ഐ എഫിൻ്റെ സബ്സെറ്റ് ആണെന്നും എഫ് ഐൻ്റെ സബ്സെറ്റ് ആണെന്നും കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഈക്വൽ ടു ഐ എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രോപ്പറായിട്ട് നോൺ ട്രിവിയലായിട്ടൊരു ഐഡിയൽ ഒരിക്കലും ഒരു ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളിവിടെ എന്ത് കണ്ടുപിടിച്ചു? ഇവിടെ r/m എന്ന് പറഞ്ഞ ഫീൽഡിൽ ഒരു പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഒരു ഐഡിയൽ ഗാമ ഓഫ് n ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതെന്താണ്? ശരിക്കും ഒരു കോൺട്രഡിക്ഷൻ ആണ് അല്ലേ? അപ്പോൾ കോൺട്രഡിക്ഷൻ എന്തുകൊണ്ടാണ്? നമ്മൾ റോങ് അസംഷൻ കൊണ്ടാണ്. എന്താണ് നമ്മുടെ റോങ് അസംഷൻ? ഇവിടെ m എന്ന് പറഞ്ഞ മാക്സിമൽ ഐഡിയൽ എല്ലാം നമ്മൾ എടുത്തു. അപ്പോൾ ശരിക്കും എന്താണ്? m ഒരു മാക്സിമൽ ഐഡിയലാണ്. m ഈസ് എ മാക്സിമൽ ഐഡിയൽ ഓഫ് r. അപ്പോൾ 2 ഭാഗം നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നത്? ഫസ്റ്റത്തെ പാർട്ട് പറഞ്ഞു അല്ലേ? രണ്ടാമത്തെ പാർട്ടിൽ എന്താണ്? r/m ഒരു ഫീൽഡാണെന്ന് എടുത്തു. നമുക്ക് r ഈസ് എ മാക്സിമൽ m ഈസ് എ മാക്സിമൽ ഐഡിയൽ ഓഫ് r എന്ന് കാണിക്കണം. അതിന് നമ്മൾ എന്തെടുത്തു? r എന്ന് പറഞ്ഞ ഒരു റിങ് എടുത്തു. അതിനുള്ളിൽ m ഒരു മാക്സിമൽ ഐഡിയൽ എല്ലാം എടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? മാക്സിമൽ ഐഡിയലായിട്ടോ അല്ലെങ്കിൽ എമ്മിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു n എന്ന് പറഞ്ഞ ഐഡിയൽ ഉണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മളൊരു കാനോണിക്കൽ ഹോമോമോർഫിസം ഉണ്ടാക്കിയില്ലേ? ഗാമ ഇവിടുന്ന് r-ന്ന് r/m എടുത്തു. r-ലൊരു ഏതൊരു a+m r/m ഉണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു a r-ലുണ്ടാവും. അപ്പോൾ എന്താ? ഗാമ ഒരു ഓൺ2 ആണ്. ഒരു ഓൺ2 ഫംഗ്ഷൻ ആയതുകൊണ്ട് ഗാമയിലുള്ള ഒരു ഐഡിയലാണ് n എന്നുണ്ടെങ്കിൽ, r-ലുള്ള ഒരു ഐഡിയലാണ് n എന്നുണ്ടെങ്കിൽ r/m ഐഡിയലായിരിക്കും എന്ത്? ഗാമ ഓഫ് n അല്ലേ? ഗാമ ഓഫ് n എന്തായിരിക്കും? r/m ഐഡിയലായിരിക്കും. n r-ൻ്റെ ഐഡിയലാണെങ്കിൽ. പക്ഷേ നമുക്കറിയാം ഒരു ഫീൽഡിൽ ഒരിക്കലും പ്രോപ്പറായിട്ട് നോൺ ട്രിവിയലായിട്ടൊരു ഐഡിയൽ ഉണ്ടായിരിക്കില്ല. നമുക്കിവിടെ കിട്ടിയത് എന്താണ്? ഒരു പ്രോപ്പറായിട്ട് നോൺ ട്രിവിയലായിട്ട് ഐഡിയൽ നമുക്ക് കിട്ടി. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ എടുത്തുള്ള റോങ് അസംഷനാണ്. അതുകൊണ്ട് m എന്താണ്? മാക്സിമൽ ഐഡിയൽ ആയിരിക്കും.